എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ഐക്യൂടെ പെർഫോമൻസ് കണ്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഐക്യൂനെ കറക്റ്റായിട്ട് പ്ലേ ചെയ്ത് അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ മാച്ച് അത് ജയിക്കാനായിട്ട് കഴിയുമെന്ന് ഹീറോ തിരിച്ചറിഞ്ഞു. മാത്രമല്ല അവന്റെ ഫ്ലോയിലേക്ക് എത്തണമെങ്കിൽ ഐക്യൂവിനെ അവനെ ഡിഫീറ്റ് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞ് ഇപ്പോൾ കളിക്കാനായിട്ട് അവൻ കളിക്കളത്തിലേക്ക് ഇറങ്ങും. ചോപ്പ് മുടിയൻ ചിഗിരി ഇപ്പൊ ബോളാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് പാസ് ചെയ്യാണ്. അവനത് റിന്നിന് പാസ് ചെയ്യും. പക്ഷേ ഐക്യു ആണെങ്കിൽ ഇപ്പൊ റിന്നിനെ ബ്ലോക്ക് ചെയ്യാണ്. കറക്റ്റ് ടൈം ഒത്തോയ അവനിപ്പോ മുൻപിലേക്ക് ഓടി വന്ന് ഇപ്പോ റൈറ്റ് വിങ് അങ്ങനെ ഓപ്പൺ ചെയ്ത് നിൽക്കുകയാണ്. റൈറ്റിലൂടെ പാഞ്ഞടുക്കുകയാണ്. അപ്പൊ ദൊറ എന്ന് പേരുള്ള മറ്റൊരു ഓപ്പണന്റ് അവനാണെങ്കിൽ ഒത്തോയുടെ മൂവ്മെന്റ്സ് മണത്തറിയാണ്. ഒത്തോയാണെങ്കിൽ പഠിച്ച പണി 18 നോക്കിയിട്ടും അവന്റെ ഫുൾ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടും അവനെ ഡിഫീറ്റ് ചെയ്ത് മുൻപോട്ടേക്ക് കടക്കാൻ കഴിയില്ല. ഇസിക്കാണെങ്കിൽ ഇങ്ങനൊരു അവസ്ഥയിൽ താൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. റിന്നാണെങ്കിൽ മറ്റൊന്നും ആലോചിക്കില്ല. അപ്പം ബോൾ ആണെങ്കിൽ ഇസിക്ക് തന്നെ മൈനസ് കൊടുക്കുകയാണ്. അത് നമ്മുടെ ഇസുക്കി ലെഫ്റ്റ് പാസ് ചെയ്യും. ലെഫ്റ്റ് വിങ്ങിലുള്ള ഇക്കീമിയ അത് കറക്റ്റായിട്ട് കാലുകൊണ്ട് ക്യാച്ച് ചെയ്ത് ഇപ്പോൾ അത് പാസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. യുക്കീമിയ ആണെങ്കിൽ ബോൾ പാസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും വേറൊരുത്തൻ അവനെ ബ്ലോക്ക് ചെയ്ത് ചാടി വീഴും. പക്ഷേ യുക്കീമിയ അവൻ നിസ്സാരക്കാരനല്ല, അവനൊരു 1-on-1 പ്ലെയർ ആണ്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അവനെ ബ്ലോക്ക് ചെയ്ത് ബോളുമായിട്ട് മുൻപോട്ടേക്ക് ചേറി പാഞ്ഞ് യുക്കീമിയ അവൻ കുതിക്കുകയാണ്. പക്ഷെ അപ്പോഴായിരിക്കും യുക്കീമിയെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവൻ അടുത്ത നിമിഷം തന്നെ യുക്കീമിയെ ബ്ലോക്ക് ചെയ്യാൻ മുൻപിലേക്ക് വരിക. അവനെ കാണുമ്പോൾ തന്നെ ഇപ്പൊ യുക്കീമയ്ക്ക് പിടികിട്ടും അവനൊരു സ്പീഡ് ഡിഫൻഡർ ആണ്. അടിച്ച പണി 18 നോക്കിയിട്ടും യുക്കീമയ്ക്ക് അവനെ കടത്തിവെട്ടി മുൻപോട്ട് പോകാനാവില്ല. ഇസുക്കിയാണെങ്കിൽ അടുത്ത എന്ത് മൂവ് ചെയ്യണമെന്ന് അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും നാഗി അവൻ ചാടി വന്ന് ആ ബോള് അത് പാസ് ചെയ്ത് വാങ്ങുക. ഉടനെ ഓപ്പോസിറ്റ് ടീമിലെ ഡിഫൻഡർ അവനാണെങ്കിൽ നാഗിന്റെ കൺട്രോൾ കളഞ്ഞ് എങ്ങനെയെങ്കിലും ആ ബോൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. നാഗിനാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് പുറകിലേക്ക് നോക്കും. അതിനവൻ പറയും, എന്നെ നീ ഡോബർമാൻ എന്ന് വിളിച്ചാൽ മതി, ഞാനാണ് ഈ ടീമിന്റെ ഗാർഡ് ഡോഗ്, ഞങ്ങളുടെ മാസ്റ്റർ. അവൻ എത്രയും വേഗം ഇവിടെ എത്തുമെന്ന് പറഞ്ഞ് അവനെ കൺട്രോൾ ചെയ്യാണ്. അവനാണെങ്കിൽ കാര്യങ്ങൾ തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ അവരുടെ ടീം ക്യാപ്റ്റൻ ഐക്യു അവൻ അങ്ങോട്ടേക്ക് ഓടിയെത്തി ആ ബോൾ തട്ടിയെടുക്കുകയാണ്. ഇസിക്കാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. അപ്പൊ ഇതാണോ അണ്ടർ 20യുടെ അയൺ വാൾ എന്ന് പറഞ്ഞ് അവൻ അവരെ നോക്കുകയാണ്. ഒലിവർ ഐക്യു ആണെങ്കിൽ ബോൾ കിട്ടേണ്ട താമസം അത് സായിക്ക് പാസ് ചെയ്യും. ബോൾ കിട്ടേണ്ട താമസം ക്ഷണവേഗത്തില് അവൻ ആ ബോളുമായിട്ട് പായാണ്. അവര് പഠിച്ച സിസ്റ്റം പ്രകാരം അവനെ ബ്ലോക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചോപ്പും തലയും ചിഗിരിയാണ്. ചിഗിരിയാണെങ്കിൽ അതിനുവേണ്ടി അവന്റെ അടുത്തേക്ക് പാഞ്ഞു വരും. അവൻ ക്ലോസ് എത്തുമ്പോഴേക്കും അവന്റെ അടുത്ത പ്ലെയറിലേക്ക് ആ ബോൾ അങ്ങനെ ഒരു ലോങ് പാസ് കൊടുക്കുകയാണ്. അടുത്ത പ്ലെയർ അത് കറക്റ്റായിട്ട് കാലിൽ റിസീവ് ചെയ്യും. അവനെ ജോബി ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവൻ വേറൊരു പ്ലെയറിന് ബോൾ പാസ് ചെയ്യാണ്. കരാസിത്തു ആണെങ്കിൽ അവന്റെ പിന്നാലെ പോയി അവനത് തട്ടിയെടുക്കാൻ നോക്കുമ്പോഴേക്കും ആ പ്ലെയർ പുറകിലുണ്ടായിരുന്ന ആയിക്കത് ഞൊട്ടിയടയിൽ പാസ് ചെയ്യാണ്. അബീത്തു ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഉടനെ എഗുവും ചിഗിരിയും അവർ രണ്ടുപേരും ചേർന്ന് അവനെ ബ്ലോക്ക് ചെയ്യാണ്. പക്ഷെ സായിക്കാണെങ്കിൽ യാതൊരു കൂസലും ഇല്ലാതെ അവൻ ഫ്രീ മാനായിട്ട് നിന്ന സെൻഡോയ്ക്ക് ബോൾ പാസ് ചെയ്യാണ്. അയാൾ മറ്റൊന്നും നോക്കാതെ ബോൾ ഷൂട്ട് ചെയ്യും. പക്ഷേ നമ്മുടെ ഗഗമാറു അവന്റെ സ്കിൽ ഉപയോഗിച്ച് ആ ബോൾ തട്ടി മാറ്റുകയാണ്. പക്ഷെ സായി ആണെങ്കിൽ റിട്ടേൺ വന്ന ബോള് ഞൊട്ടി ഇടയിൽ അട്ടിച്ച് തെറിപ്പിക്കുകയാണ്. ഗോളി ആണെങ്കിൽ അങ്ങനെ ഒരു പൊസിഷനിൽ അവന് ഗോൾ അടിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിക്കും. പക്ഷെ അവരുടെ എല്ലാ കണക്ക് കൂട്ടലുകളെ ഗണ്ണിച്ച് ഇപ്പൊ അതൊരു ഗോളായി മാറുകയാണ്. സ്റ്റേഡിയം എല്ലാം തന്നെ ഇപ്പൊ സായിയുടെ പേര് വിളിച്ച് ഇളകി മറിയും. ഹീറോയ്ക്കാണെങ്കിൽ അപ്പോഴായിരിക്കും സായിയുടെ പവറും എബിലിറ്റിയും അവനുള്ള സപ്പോർട്ടും കറക്റ്റായിട്ട് പിടികിട്ടുക. ഇസിക്ക് മനസ്സിലാവും ആ ഒരു കളി അത് മുഴുവനായിട്ട് നിയന്ത്രിക്കുന്നത് സായിയാണ്. അവനങ്ങനെ പേടിച്ചു നിൽക്കും. അതിന് റിന്ന് അവനെ സമാധാനിപ്പിക്കും. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നീ കളിക്ക്. അടുത്ത 90 മിനിറ്റിനുള്ളിൽ ഈ കരഘോഷം അത് ഞാൻ നിരാശയാക്കി മാറ്റും. നമ്മൾ തന്നെ ഇതിൽ ജയിക്കും. മറ്റൊരു ഭാഗത്ത് സായിയുടെ അടുത്തേക്ക് അവരുടെ ടീംമേറ്റ്സ് എല്ലാം ഓടി വന്ന് സന്തോഷം അറിയിക്കുകയാണ്. പക്ഷെ സായിയുടെ മുഖത്ത് അപ്പോഴും വലിയൊരു നിരാശയുണ്ടായിരുന്നു. കാരണം സ്ട്രെയിറ്റ് ആയിട്ട് ഗോൾ അടിക്കാൻ കിട്ടിയ 3 അവസരം അത് അവന് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഏതൊരുത്തനും സിമ്പിൾ ആയിട്ട് ഗോൾ അടിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള 3 ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അവൻ വേസ്റ്റ് ആക്കിയത്. അതോർത്ത് അവനിപ്പോൾ സാഡായിട്ട് നിൽക്കും. ഉടനെ ഐക്യു ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കുകയാണ്. അവരുടെ ഗോളി അവൻ നല്ല കഴിവുള്ളവനാണ്. ലാസ്റ്റ് മിനിറ്റിൽ നീ ഗോൾ അടിച്ചില്ലേ, അതാണ് നിന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. ഈ ജപ്പാനിൽ ഒരുപാട് സ്ട്രൈക്കേഴ്സ് ഉണ്ട്. അത് കേട്ട് സായി പറയും, അത് കണ്ടുപിടിക്കാനാണ് ഞാൻ ഈ ഗെയിമിലേക്ക് ഇറങ്ങിയത്. ഇവിടെ നിക്കോയ്ക്കാണെങ്കിൽ വലിയൊരു അത്ഭുതം തന്നെയാണ്. അണ്ടർ 20യുടെ കൂടെ സായി അവൻ കൂടെ ചേർന്നപ്പോൾ അവരുടെ പെർഫോമൻസ് ലെവല് അതിപ്പോ വേറെ ലെവലായി മാറിയിരിക്കുകയാണ്.
ഇവിടെ ഹീറോ ഇസുക്കി ആണെങ്കിൽ അവരുടെ സ്ട്രാറ്റജി മനസ്സിലാക്കിയിരിക്കുകയാണ്. നമ്മുടെ അറ്റാക്കിങ്ങിനെ അവരുടെ ഫോർമാൻ ഡിഫൻസ് വെച്ച് ക്ലിയർ ചെയ്ത് ശേഷം അവരുടെ കൗണ്ടർ അറ്റാക്ക് ഉപയോഗിച്ചാണ് അവർ ഈസി ആയിട്ട് ഗോൾ അടിച്ച് മുൻപോട്ടേക്ക് പോകുന്നത്. ഇതാണ് ആക്ച്വലി അണ്ടർ 20 പ്ലേയിങ് സ്റ്റൈല്. ഇതിനെങ്ങനെ ഡിഫീറ്റ് ചെയ്യുന്നു ചിന്തിച്ച് അവനെങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ഈഗോയുടെ അസിസ്റ്റന്റിനെ കാണിക്കും. ആൻഡ്രൂ ആണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനിലാണ്, മാത്രമല്ല ഒരുപാട് ടെൻഷനിലും. അവൾ തീർത്ത് പറയും നമ്മൾ കൊടുത്ത ട്രെയിനിങ്ങും അവരെ കൊണ്ട് എടുപ്പിച്ച പ്രാക്ടീസും അതൊക്കെ വെറുതെ ആയി. നമ്മൾ അവർക്ക് കൊടുത്ത ആ സ്കില്ലൊന്നും ഉപയോഗിച്ച് അവർക്കിതിൽ ജയിക്കാനായിട്ട് കഴിയില്ല. അതിന് ഈഗോ പറയും എനിക്കത് വളരെ മുൻപ് തന്നെ അറിയാമായിരുന്നു. അവളത് പറയേണ്ട താമസം ഇപ്പൊ അവൻ ഷോക്ക് ആവുകയാണ്. എനിക്കറിയാം ഇതൊന്നും പ്രാക്ടിക്കലായി പ്ലേ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ സാധ്യമാവില്ല എന്ന്. കാരണം അവിടെയുള്ളത് റിയൽ പ്ലേ ആണ്. സോ നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ അത് എല്ലാവർക്കും അവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. സിറ്റുവേഷൻ, സർക്കംസ്റ്റാൻസസ്, ഓപ്പണന്റ് ആയിട്ടുള്ള കളിക്കാർ എല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതനുസരിച്ച് ക്വിക്കായിട്ടുള്ള ചേഞ്ച് ആവശ്യമായിട്ട് വരും. ആ സമയത്ത് പഠിച്ചൊന്നും റീകളക്ട് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സ്ട്രെസ്, അതുകൊണ്ടാണ് നമുക്കിതിനൊന്നും കഴിയാത്തത്. ചുറ്റുമുള്ള ആംബിയൻസ്, മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷൻ, കളിക്കുന്നവരുടെ വേറെ ലെവൽ പെർഫോമൻസ്, അതൊക്കെ കാണുമ്പോൾ നമ്മളുടെ മനസ്സിൽ സ്ട്രെസ് കൂടും. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അവർ തീർച്ചയായിട്ടും സർക്കംസ്റ്റാൻസസിനോട് കോപ്പപ്പ് ചെയ്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട്. കട്ട് ചെയ്ത കളി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഹീറോ ആണെങ്കിൽ പന്തുമായിട്ട് ചീറിപ്പാഞ്ഞ് മുൻപോട്ടേക്ക് കുതിക്കുകയാണ്. അവന് റിന്നു പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. ഹീറോ ആണെങ്കിൽ വലിയ റിസ്ക് എടുത്ത് സാഹസികത്തിനൊന്നും നിൽക്കാതെ ആ ബോള് റിന്നിന് പാസ് ചെയ്യാൻ തീരുമാനിച്ച് അവന്റെ അടുത്തേക്ക് ഓടി അടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഹീറോ അവനൊരു സഡൻ ആക്ഷൻ എടുക്കുകയാണ്. റിന്നിന് പാസ് ചെയ്യാതെ ഒരു ബാക്ക് കിക്ക് ചെയ്ത് അത് ബാച്ചറോയ്ക്ക് പാസ് ചെയ്യാണ്. ശേഷം അവർ രണ്ടുപേരും ഇപ്പൊ പോസ്റ്റ് ലക്ഷ്യാക്കി ഓടുകയാണ്. നാഗയെ ഫോക്കസ് ചെയ്ത് വന്ന ഓപ്പണന്റ് ടീംസിനാണെങ്കിൽ അതൊരു വലിയ തിരിച്ചടിയായിരുന്നു. അവർക്കാണെങ്കിൽ ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് അറിയില്ല. നാഗയാണെങ്കിൽ പാസ് ചോദിക്കും, പക്ഷെ ബാച്ചറോ ആണെങ്കിൽ അത് റിന്നിന് പാസ് ചെയ്യാണ്. ഇതൊക്കെ കണ്ട് ഈഗോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവുകയാണ്. ഇവിടെ റിന്നാണെങ്കിൽ നേരത്തെ സായി ഗോൾ അടിച്ച അതേ സ്ഥലത്ത് വെച്ച് അതേ ആക്ഷനിൽ ഗോൾ അടിക്കാനായിട്ട് ബോൾ കറക്റ്റ് ആയിട്ട് പോസ്റ്റിനെ ഫോക്കസ് ചെയ്ത് ആഞ്ഞു തൊഴിക്കുകയാണ്. പക്ഷെ എന്താ, ഗോളിയാണെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യാണ്. പക്ഷെ സെക്കൻഡ് ഗോൾ പിടിച്ചത് യുക്കീമിയാണ്. അവനതൊരു ഗോളാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോഴേക്കും ഇപ്പൊ അവനെ ബ്ലോക്ക് ചെയ്ത് ഡിഫൻഡേഴ്സ് അവന്റെ മുൻപിലേക്ക് വന്നു കഴിഞ്ഞു. തന്നെ ഇസുക്കി ആണെങ്കിൽ അവനെ കൺഫ്യൂസ് ചെയ്ത് ഒരു ഫ്രീ റൺ എടുക്കുകയാണ്. ആ ഗ്യാപ്പിൽ രണ്ട് കൺഫ്യൂഷനിലായ നമ്മുടെ ഡിഫൻഡറിനെ ബീറ്റ് ചെയ്ത് യുക്കീമി ആണെങ്കിൽ ഗോൾ അടിക്കാൻ ശ്രമിക്കും. പക്ഷെ ഐക്യു ആണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാണ്. അടുത്തതായിട്ട് ഒത്തോയാണ് ബോൾ ക്യാച്ച് ചെയ്ത് ഇപ്പോൾ ഗോൾ അടിക്കാനായിട്ട് പാഞ്ഞു വരിക. പക്ഷെ അതിനെയും അവര് സിമ്പിളായിട്ട് പ്രിവെന്റ് ചെയ്യുകയാണ്. ഉയർന്നു വന്ന ബോളിനെ ഇപ്പൊ നാഗെ അവന്റെ കാൽ വെച്ച് ട്രാപ്പ് ചെയ്യാണ്. രണ്ടുപേര് അവനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. അവൻ ഞൊട്ടിയിടയില് ആ ബോളിനെ ബൗൺസ് ചെയ്ത് ഒരൊറ്റയാട്ടി അതൊരു അടിപൊളി ഗോളായി പോസ്റ്റിലേക്ക് അടിച്ചു കയറും. അടുത്ത നിമിഷം ബ്ലൂ ലോക്കിന്റെ പേര് വിളിച്ച് ആ സ്റ്റേഡിയം മുഴുവൻ അങ്ങനെ ഫ്രീയാണ്. ഐക്യുവിനും സായും ആണെങ്കിൽ അത് ചെയ്യാനായിട്ട് കഴിയില്ല. അവരങ്ങനെ വണ്ടർ അടിച്ച് നോക്കി നിൽക്കും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.